നെന്മാറ നിയോജക മണ്ഡലത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് NDA സ്ഥാനാർത്ഥി AN അനുരാഗ്. UTVക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അനുരാഗ് നെന്മാറ നിയോജക മണ്ഡലത്തെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ചും വിശദീകരിച്ചത്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായതല്ല, മണ്ഡലത്തിൻ്റെ വികസനം തന്നെയാണ് അന്നും ഇന്നും പറയുന്നത്. നമുക്ക് അന്ന് ജയിച്ച മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറ്റാൻ കഴിഞ്ഞുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുൻപിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ മണ്ഡലത്തിൽ ഒരു വികസന പദ്ധതികളും കഴിഞ്ഞ 57 മുതൽ പ്രതിനിധീകരിച്ച MLAമാർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ മണ്ഡലത്തിൽ LDFും NDAയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. UDF എന്നുള്ളത് ചിത്രത്തിലില്ല, അപ്രസക്തമാണ്. 2021 UDF ഇറക്കിയ കാൻഡിഡേറ്റ് വലിയ കൊട്ടിഘോഷിച്ചിറക്കി. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ആ കാൻഡിഡേറ്റ് എവിടെ പോയി? ഈ മണ്ഡലത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്തവണ അവരിറക്കുന്നത് മറ്റൊരു കാൻഡിഡേറ്റിനാണ്, UDFന്. ഈ മണ്ഡലത്തിന് പുറത്തുള്ള കാൻഡിഡേറ്റാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അവർ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സംവിധാനമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. 2021 ഞാൻ പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം ഇന്നും ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ മംഗലം ഗോവിന്ദാപുരം പാതയുടെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെങ്കിൽ ഇത് നാഷണൽ ഹൈവേ ആവണം. ഗോവിന്ദാപുരത്തിനപ്പുറത്ത് 4 വരി പാതയുണ്ടല്ലോ, വടക്കിഞ്ചേരിക്ക് അപ്പുറത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത്? ഈ പാതയുടെ വികസനം ഇത് സ്റ്റേറ്റ് ഹൈവേ ആക്കിയുള്ള നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ കൊല്ലങ്കോട്, നെന്മാറ, കൊടുവായൂർ, പുതുനഗരം ഇവിടുത്തെ ബൈപ്പാസ് നിർമ്മാണം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ കൊല്ലങ്കോടും നെന്മാറയിലൊക്കെ ഒരു വണ്ടി കുടുങ്ങിക്കിടന്നാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറാണ് ട്രാഫിക് ബ്ലോക്ക് ആവുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെയും സംസ്ഥാന പാതകളുടെയും വികസനം പ്രയോറിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു കോളേജ് പോലും അനുവദിക്കാൻ കഴിയാത്തതും റോഡുകളുടെ തകർച്ചയും നെന്മാറയുടെ പ്രത്യേകതകളിൽ ഒന്നാണെന്ന് AN അനുരാഗ് ആരോപിച്ചു. നിയോജക മണ്ഡല പരിധിയിൽ വരുന്ന പല പഞ്ചായത്തുകളിലും BJP 2ാം സ്ഥാനത്താണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനും കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ തീർത്തും പരാജയമായതിനാൽ വിജയം NDAയ്ക്കൊപ്പമാണെന്നാണ് അനുരാഗ് പറയുന്നത്. തെങ്ങിൻതോപ്പാണ് NDAയുടെ ചിഹ്നം. ചിഹ്നത്തിലല്ല, ജനങ്ങളുടെ മനസ്സും LDF സർക്കാരിനോടുള്ള വെറുപ്പുമാണ് BJPക്ക് വോട്ടായി മാറുകയെന്നുമാണ് സ്ഥാനാർത്ഥി കരുതുന്നത്. അല്ല, മുന്നണി സംവിധാനത്തിൽ എല്ലാ 140 മണ്ഡലങ്ങളിലും ഒരു ചിഹ്നത്തിൽ ഏത് പാർട്ടി മുന്നണിയിലും ഇല്ലല്ലോ. ഇപ്പോൾ LDFൽ 10-20ഓളം സംഘടനകളുള്ളത്. ഇത് എൻ്റെ തൊട്ടപ്പുറത്തുള്ളത് മോതിരം ചിഹ്നത്തിലാണ് അവിടുത്തെ LDF മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ CPM ആർക്കോട്ട് ചെയ്യും. അപ്പോൾ ചിഹ്നത്തിൽ വലിയ പ്രസക്തിയല്ല. ഞങ്ങൾക്ക് ലക്ഷ്യമാണ് നരേന്ദ്രമോദിയുടെ ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ, ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വരണം. അതിന് ശക്തമായ മുന്നണിയായിട്ട് NDA ഉണ്ടാവും. അപ്പോൾ ചിഹ്നം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്ന ഒരു പരിപാടിയില്ല. ചിഹ്നത്തിലല്ല, മുന്നണിയുടെ കെട്ടുറപ്പിലാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. അതിന് NDA LDFനേക്കാൾ UDFനേക്കാൾ ഭദ്രമായ മുന്നണിയായിട്ട് കേരളത്തിൽ ഉണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.